ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു സൺഡേ വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ അടിപൊളിയായിട്ടുള്ള കുറച്ച് റെസിപ്പീസും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കൊത്ത് പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ ഡിന്നറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായ കുറച്ച് പൊറോട്ട ബാക്കിയായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഒരു 4-5 പൊറോട്ട ബാക്കിയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റും അല്ലേ കൊത്ത് പൊറോട്ട. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കൽ, റെസ്റ്റോറൻറ്റിലല്ല തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേഗം ആർക്കും തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പൊറോട്ടയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്ക്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പണിയും കുറച്ച് ഈസിയാവും. അപ്പോൾ ഞാനിവിടെ പൊറോട്ടയൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ആ ടൈമിൽ ഞാൻ 2 ഉള്ളി, പിന്നെ കുറച്ച് 2-3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കറിവേപ്പിലയും മല്ലിയിലയും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഓരോ ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തോ. പിന്നെ ഒരു 3 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഇതൊക്കെ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, ഓയിലാണെങ്കിൽ ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ തട്ടടിയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പം അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ നന്നായി മൂത്ത് വന്ന ശേഷം ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു കളറൊക്കെ ചേഞ്ച് ആവുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സവാളയൊക്കെ നല്ലപോലെ വഴഞ്ഞ് വന്നാൽ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നന്നായി വഴഞ്ഞ് വരുന്ന ടൈമിൽ നമുക്കൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു വലിയ തക്കാളി തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലല്ലോ. അപ്പം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കുന്നതിന് മുന്നേ തന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡറില്ലേ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്തിട്ട് നമ്മുടെ ആ ഒരു പച്ചമണക്ക മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. തക്കാളി ഇടുന്നതിന് മുന്നേ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. തക്കാളി ഇട്ട് കഴിഞ്ഞാലില്ലേ ഈ ഒരു പൊടിൻ്റെ ഒന്നും ആ ഒരു പച്ച ടേസ്റ്റ് മാറില്ല കേട്ടോ. അപ്പോൾ പൊടികൾക്കിടയൊക്കെ ആ ഒരു പച്ച മണം മാറി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരില്ലേ, ആ ടൈമിൽ മാത്രം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ല കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ടാവും. ഇനി തക്കാളിയും കൂടി അവിടെ കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആകുന്ന ടൈമിൽ നമുക്ക് 2 മുട്ട റെഡിയാക്കാനുണ്ട്. അപ്പോൾ അത് ഒന്ന് ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് വയ്ക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ ആ ഒരു ഉള്ളി മസാലയിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ആ ഒരു സവാളൻ്റെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അപ്പോഴേക്കും ഇത് കണ്ടില്ലേ, നല്ല ആ ഒരു തക്കാളിയൊക്കെ വെന്ത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടുതൽ അങ്ങനെ എന്താ പറയുക കുക്കായി വരണ്ട കേട്ടോ. ആ ഒരു എഗ്ഗിൻ്റെ മിക്സ് കൂടുതൽ കുക്കായി വരണ്ട. അതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പൊറോട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു നമ്മുടെ തട്ടടിയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കാണില്ല, അവർ നന്നായിട്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കുത്തിയിട്ടൊക്കെ ആവും മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് നമ്മുടെ കയ്യിലുള്ള തവിയോ എന്താണെന്ന് വെച്ചാൽ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാവും. കുറച്ച് ഒരു ചൂടുവെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. പക്ഷേ ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ഇല്ലേ, ചിക്കൻ കറിൻ്റെ, അത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ പീസൊക്കെ ആയിട്ടുള്ള ആ ഒരു ഗ്രേവി കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട. 1 കപ്പ് 1/2 കപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഗ്രേവിയിലൊക്കെ കിടന്നിട്ട് ഇത് ഈ ഒരു പൊറോട്ട നല്ലൊരു എന്താ പറയുക സോഫ്റ്റ് ആവും കേട്ടോ. അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവുക. ഈ ഒരു ഗ്രേവി ഒഴിച്ച് കഴിഞ്ഞാൽ, ഗ്രേവി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും പൊറോട്ടയൊക്കെ വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്തോ ബാക്കിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1-2 പൊറോട്ട എക്സ്ട്രാ വാങ്ങിക്കോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. അതുപോലെ ടിഫിനിൽ കൊടുക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന സംഭവമല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തട്ടടിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാള കട്ട് ചെയ്തത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും സവാളയൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അല്ലേ നല്ലൊരു ടേസ്റ്റ്, നമുക്ക് തട്ടടിയിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, കുശാൽ തന്നെ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ടൈമിലും ഫുഡ് കഴിഞ്ഞാലും അതുപോലെ തന്നെ കുക്കിംഗ് കഴിഞ്ഞാലൊക്കെ അപ്പോൾ തന്നെ കഴുകി വെച്ചാലില്ലേ വലിയ പിന്നെ ഒരു അത്ര വലിയ ഭാരമായിട്ട് തോന്നൂല. അപ്പോൾ തന്നെ കഴുകിയാൽ പിന്നെ വേറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന മുന്നേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഇട്ടാ ചെയ്യൽ. അപ്പോൾ തന്നെ എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ നേരത്തെ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല, സവാളയൊക്കെ. ആ ടൈമിൽ തന്നെ ഞാൻ ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഒരു പ്ലാന് നമുക്ക് ഉണ്ടാവുമല്ലോ, എന്താ നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കുന്നതെന്നല്ലേ. അപ്പോൾ അത് അവരിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ എന്താ പറയുക വീണ്ടും കത്തിയും കട്ടിംഗ് ബോർഡും അതൊന്നും എടുക്കണ്ട. അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു പണിയും കൂടി കഴിയും. അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടെ. രാവിലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പെട്ടെന്ന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ ഞാനിന്ന് ചെമ്മീൻ ചോറാട്ടോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവോളയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു പണിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ ഞാൻ കിച്ചണൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യൽ. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം അങ്ങനെ തന്നെയാണ്, രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞാലാണ് കിച്ചണൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീനായിട്ട് ഒന്ന് ചെയ്യുക. പിന്നെ ഉച്ചക്ക് ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് കഴുകി ഒന്ന് ക്ലീനാക്കി വെക്കട്ടെ കേട്ടോ. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്ന ടൈമില്ലേ ഡെയിലി ഒരു തവണയെങ്കിലും ഒന്നിക്ക് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചക്ക് ഫുഡ് കഴിഞ്ഞാലോ എപ്പോഴായാലും പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ ഡെയിലി ഇതുപോലെ സിങ്കും അതുപോലെ നമ്മുടെ ടാപ്പും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പണിയായിട്ട് തോന്നൂല കേട്ടോ. എന്നും ക്ലീനായിട്ടുണ്ടാവുകയും ചെയ്യും. അങ്ങനെ കഴുകാണ്ട് അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ കഴുകാമെന്നൊക്കെ വിചാരിച്ച് കഴിയുമ്പില്ലേ എന്തായാലും ഒരു കച്ചറ പിടിച്ച പോലെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡെയിലി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടക്കുകയും ചെയ്യേണ്ടു, നമുക്ക് വലിയ ഭാരമായിട്ട് തോന്നുകയും ചെയ്യില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ക്ലീനായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ എന്നും നമ്മുടെ സിങ്കും അതുപോലെ ടാപ്പൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഉണ്ടാവും കേട്ടോ. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽസൊക്കെ അല്ലേ ഡെയിലി ഇതുപോലെ ഡിഷ് വാഷറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു ലിക്വിഡോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് എന്തായാലും ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞാൽ ഓരോ നമ്മൾ പാത്രം കഴിയും അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കൂലേ ആ ടൈം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചക്കത്തെ പണിയുണ്ട് കേട്ടോ ബാക്കി. അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ചെയ്യാമെന്ന് പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും പിന്നെ അങ്ങനെ ടൈം പോവും. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്ന ചെമ്മീൻ ചോറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി മുന്നേ ചെയ്തിട്ടുണ്ടായിന്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതുകൊണ്ട് ഞാനിതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അതിൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ ചോറിൻ്റെ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെ സൺഡേസിലൊക്കെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാവും, നമുക്ക് കുറച്ച് ഈസി ആവും കേട്ടോ.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല, നേരത്തെ തന്നെ ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെമ്മീനൊക്കെ ഞാൻ തലേന്ന് തന്നെ ഞാൻ വാങ്ങിയ ആ ടൈമിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് അപ്പം തന്നെ വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാക്കിയാൽ നമുക്കൊരു സമാധാനമല്ലേ, പിന്നെ അത് എടുത്ത് ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് എടുത്താൽ മതിയല്ലോ. ഇതുണ്ടാക്കുന്ന ജസ്റ്റ് ഒന്ന് പറയാം, ചെമ്മീൻ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ ഈ ഒരു ഉള്ളി മസാല ഉണ്ടാക്കുക. നല്ല ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു മസാല ഉണ്ടാക്കുക. ഇനി അതിൽ തന്നെ നമ്മൾ ബിരിയാണീൻ്റെ അരിയില്ലേ അത് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ 1 കപ്പ് അരി എടുക്കുന്നെങ്കിൽ 1.5 കപ്പ് വെള്ളം, 2 കപ്പ് അരി എടുക്കുന്നെങ്കിൽ 3 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക ഈ ഒരു അരിയിലോട്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു ബബിൾസൊക്കെ ആ ഒരു വെള്ളം ഒന്ന് വറ്റി വരുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഫസ്റ്റ് നമ്മൾ ആ ഒരു ചെമ്മീൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പൊരിച്ച ചെമ്മീൻ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു മസാലയിലാണ് നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്നത്. ഇനി ഈ ഒരു റൈസൊക്കെ സെറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെമ്മീൻ വെച്ച് കൊടുക്കുക ചെയ്യാം. അപ്പം വേഗം തന്നെ നമുക്ക് പണി തീരുന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല, രാവിലെ തന്നെ സവാളയൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവും ചെയ്യില്ല. ഇനി റൈസൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് പശു നെയ്യ് ചേർത്ത് കൊടുക്കുക, ഗീ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് പിന്നെ നമ്മുടെ പൊരിച്ച് വെച്ച ചെമ്മീനും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ചോറ് റെഡിയാവും കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ഇതിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാർഡ്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടും. പിന്നെന്താ, അപ്പോൾ നമ്മുടെ ഫുഡും കൂടി റെഡി ആയിട്ടുണ്ട്. ഞാനിത് കഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല, എപ്പോഴും ഇങ്ങനെ കഴിക്കുന്നതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ. അപ്പോൾ നമ്മുടെ ഫുഡും കൂടി ഇന്നത്തെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് പാൽപ്പത്തിരിയില്ലേ അതുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്, കാരണം വൈകുന്നേരം എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ വേഗം റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇങ്ങനെ മനസ്സിൽ വന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ ഇതിൻ്റെ റെസിപ്പി ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയൂലേ, ആ ഒരു ടൈപ്പിലുള്ള സംഭവമാണ് കേട്ടോ. ഇന്നിന് രാത്രിയൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ, ആ ഒരു ചോറിനെ രാത്രിയും കഴിക്കുക. അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴുള്ള പോലെ തന്നെ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുക, അതുപോലെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക. കാരണം ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട്, മഴയൊക്കെ പോയില്ലേ, കുറേ ദിവസമായില്ലേ മഴയൊന്നും ഇല്ലാത്ത, ചെടികളൊക്കെ ഒന്ന് ഒരു മഞ്ഞ കളറടിച്ച് വരുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, വെള്ളം ഒഴിക്കലുണ്ട് എന്നാലും അങ്ങനെ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. മഴ ഒരു ദിവസം ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ തന്നെ എന്താ ചൂടല്ലേ. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക ഗ്രാസും സംഭവങ്ങളും ഒക്കെ എന്തോ ഒരു ഇത് കണ്ടില്ലേ, എന്തോ കളർ മാറി വരുന്നുണ്ട്. കൂടുതൽ മഴ കിട്ടിയത് കൊണ്ടാണോ അല്ലെങ്കിൽ പെട്ടെന്ന് വെയിൽ വന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെന്താ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.